Hi, welcome to Nisha's Dreams. ഇന്ന് ജൂലൈ 22 നന്ദുവിൻ്റെ 20th ബർത്ത്ഡേ ആണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ ദിവസം വീഡിയോസ് എടുക്കാറുണ്ട്. നേരത്തെ 2004 തൊട്ട് സെലിബ്രേറ്റ് ചെയ്ത ദിവസമാണ്. എന്നാലും എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് 2019 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 2019 വീഡിയോ നിഷാസ് ഡ്രീംസിലാണോ നിഷാസ് സ്പൈസസിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. വീഡിയോ ഉണ്ട് കേട്ടോ. ഞാനെന്തോ സ്പൈസസ് ആണോ? സ്പൈസസിലായിരിക്കും. അതെ നിഷാസ് സ്പൈസസിലുണ്ട് നന്ദുവിൻ്റെ ബർത്ത്ഡേ വീഡിയോ, നന്ദുവായിട്ട് സെലിബ്രേറ്റ് ചെയ്ത ബർത്ത്ഡേ വീഡിയോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, എനിക്ക് സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ചെയ്ത് ഇങ്ങനെ ട്രഷർ ഹൗണ്ടൊക്കെ വെച്ചിട്ട് നന്ദുവിന് ഞാനും മുരളിയേട്ടനും ഓരോ ഗിഫ്റ്റൊക്കെ മേടിച്ചു. ഞാൻ എല്ലാ വർഷവും ഇത് റിപ്പീറ്റ് ചെയ്യുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞോണാണെങ്കിൽ ക്ഷമിക്കുക, എനിക്ക് പറയാൻ ഇഷ്ടമായതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ട്രഷർ ഹൗണ്ടൊക്കെ വെച്ചിട്ട് ഓരോ ഗിഫ്റ്റ് അങ്ങനെയാണ്. മുരളിയുടെ ഗിഫ്റ്റ് മുരളിയുടെ വന്നിട്ടാണ് കൊടുത്തത്. എൻ്റെ ഗിഫ്റ്റ് ഞാനിങ്ങനെ ഓരോ ചിറ്റ് വെച്ച് ട്രഷർ ഹണ്ട് വെച്ചിട്ട് നന്ദു അങ്ങനെ കണ്ടുപിടിച്ചിട്ടാണ് ഗിഫ്റ്റ് കൊടുത്തത്. അതിന് മുമ്പത്തെ വർഷം അപ്പം വീഡിയോ ഇല്ലായിരുന്നു. ഞാനിങ്ങനെ രാവിലെ ഹാപ്പി ബർത്ത്ഡേ പാട്ട് വെച്ചിട്ട് ഫോണിൽ പാട്ട് വെച്ചിട്ട്, വീഡിയോ ഇല്ലാത്ത വർഷമാണ് 2018 പാട്ട് വെച്ചിട്ട് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ്, നന്ദുവിന് ഇഷ്ടമാണ് സർപ്രൈസസ്. അപ്പം പാട്ട് വെച്ചിട്ട് പോയി അങ്ങനെ ബർത്ത്ഡേ പാട്ട് വെച്ചുകൊണ്ട് ഫോണിൽ പോയി ബലൂണും ഒക്കെ ആയിട്ട് പോയി ഗിഫ്റ്റ് കൊടുക്കുമായിരുന്നു. നന്ദു എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മാസം മുന്നേ പറയും എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഇന്ന ഗിഫ്റ്റ് വേണം എന്നൊക്കെ. നേരത്തെ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ നന്ദുവിന് കുറേ ഓപ്ഷൻസ് തരും, എന്തൊക്കെയാണ് ഗിഫ്റ്റ് വേണ്ടിയത്, കുറേ ഓപ്ഷൻസ്. ചിലപ്പോൾ നന്ദു ഇങ്ങനെ അവിടുത്തെ ഡോറിൽ എഴുതിയൊക്കെ വെക്കും, പിന്നെ ഗിഫ്റ്റുകളാണ് എന്നൊക്കെ എഴുതിയൊക്കെ വെക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഓപ്ഷൻസ് ഒക്കെ തരും നേരത്തെ, ഇന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ ചോയ്സാണ് വെച്ചാൽ ഇഷ്ടമില്ലാത്ത ഗിഫ്റ്റ് കൊടുത്തിട്ട് കാര്യമില്ല. അങ്ങനെയാണ് 2019 ഞാൻ മറ്റേ സ്വാച്ചിൻ്റെ ഞാൻ മറ്റേ പാട്ട് കേൾക്കുന്ന ഒരു സാധനവും മുരളിയേട്ടനാണെന്ന് തോന്നുന്നു സ്വാച്ചിൻ്റെ വാച്ചും കൊടുത്തത്. അങ്ങനെ അതായിരുന്നു ആ വർഷത്തെ അന്ന് എൻ്റെ സർജറി കഴിഞ്ഞിട്ടിരിക്കുമായിരുന്നു. ജൂണിൽ എൻ്റെ മുട്ടിൻ്റെ ഫസ്റ്റ് സർജറി ആയിരുന്നു. അന്ന് ഉച്ചക്കത്തെ ബർത്ത്ഡേ ഫുഡ് നന്ദു തന്നെ ഉണ്ടാക്കി. അതായിരുന്നു വീഡിയോ ഉണ്ടായിരുന്നത്. ഫ്രൈഡ് റൈസും ഒരു ഡ്രൈ ചൈനീസ് ചിക്കനും ഒക്കെ നന്ദു തന്നെ, ഞാനവിടെ ഇരുന്നു ചെയറിൽ, നന്ദു തന്നെ നന്ദുവിൻ്റെ ബർത്ത്ഡേ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു അത്. അങ്ങനെ ഞാനിങ്ങനെ സർജറി കഴിഞ്ഞിരിക്കുന്ന കാരണം നന്ദു നല്ല ഹെൽപ്പാണ്. നന്ദു കാര്യങ്ങളൊക്കെ ചെയ്യും. നന്ദുവാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. ആ സർജറി കഴിഞ്ഞിട്ടുള്ള നന്ദു എനിക്ക് ഫുഡ് എടുത്ത് തരില്ല അങ്ങനെയൊക്കെ. അവൻ അവിടെ വേറെ ആരും ഇല്ലായിരിക്കുമല്ലോ. അപ്പം ഇപ്രാവശ്യം അത് കഴിഞ്ഞിട്ടുള്ള ഓരോ വർഷം ഇപ്പം നന്ദു ഞങ്ങളുടെ കൂടെ ഫിസിക്കലായിട്ടില്ലാത്തതുകൊണ്ട്, മെൻ്റലി ഉണ്ട്, ഫിസിക്കലായിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പം ഞാനിപ്പോൾ ഒരു മാസം മുമ്പേ ആലോചിക്കും എന്താ നന്ദുവിന് വേണ്ടി ചെയ്യാം. അപ്പം നന്ദു തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ തരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. ഇപ്പം ഇന്നത് ചെയ്യണം. ഓക്കെ, ഇപ്പം ഞങ്ങളിപ്പം എല്ലാ വർഷവും അമൃതശക്തിയിൽ അറിയായിരിക്കുമല്ലോ, അവിടെ ചിൽഡ്രൻസ് ഹോം ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ബർത്ത്ഡേക്ക് പോയിരുന്നപ്പോഴൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ഞാനിങ്ങനെ നന്ദുവിനോട് തന്നെ രാത്രിയിൽ ഡയറി എഴുതുമ്പം ചോദിക്കും, നന്ദു ഇപ്രാവശ്യം നന്ദുവിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത്. അപ്പം എൻ്റെ മനസ്സിലെന്തെങ്കിലും തോന്നുന്നത്, നമുക്ക് പെട്ടെന്ന് തോന്നുന്ന, നന്ദു തോന്നിപ്പിക്കുന്ന ഒരു ഐഡിയയിലാണ് ഞാൻ ഓരോ പ്രാവശ്യവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്രാവശ്യം 20th ബർത്ത്ഡേ ആയതുകൊണ്ട് എന്തെങ്കിലും കൂടെ സ്പെഷ്യലായിട്ടും കൂടെ, നോർമൽ ചെയ്യുന്നതിലല്ലാതെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടും കൂടെ ചെയ്യണം എന്നുള്ളത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കുറേ നാളായിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു മാസമല്ല 2-3 മാസമായിട്ട് ആലോചിച്ച് തുടങ്ങി. ഒരു മാസമൊന്നുമല്ല, 2-3 മാസമായിട്ട് ആലോചിക്കുകയാണ്. അത് ചെയ്യണോ ഇത് ചെയ്യണോ. അപ്പം അങ്ങനെ അവസാനം നന്ദു തോന്നിപ്പിച്ച ഒരു ഐഡിയ ആണ് ഇങ്ങനെ അവിടുത്തെ കുട്ടി. പല ഓപ്ഷൻസ് ഇങ്ങനെ വന്നു കേട്ടോ. അത് പല കാര്യങ്ങൾ ആലോചിച്ചില്ല, അത് ശരിയാവില്ല. പക്ഷെ ഇതാണ് ഒരു കറക്റ്റ് ഐഡിയ ആയിട്ട്. അതും എനിക്ക് നമുക്ക് തോന്നിപ്പിച്ചായിട്ടല്ല തോന്നിയത്. അമൃതശക്തിയിലെ കുട്ടികൾക്ക് അത് അല്ല, ഞങ്ങൾ വേറെ പല കാര്യങ്ങളാണ് ആലോചിച്ചപ്പം ഇതാണ് പിന്നെ കറക്റ്റായിട്ട് വന്നത്. അമൃതശക്തിയിലെ കുട്ടികൾക്ക് ഒരു 5 സ്റ്റഡി ടേബിൾ പറഞ്ഞാൽ അവരുടെ ആവശ്യം അനുസരിച്ചാണ് കേട്ടോ. അവർ പറഞ്ഞ അവർക്ക് ഡൈനിങ് ടേബിളും സ്റ്റഡി ടേബിളും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഈ സ്റ്റീൽ പോലത്തെ അങ്ങനെ മതി എന്ന് പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ച് ഇങ്ങനെ സാധാരണ നന്ദുവിൻ്റെയൊക്കെ പോലത്തെ സ്റ്റഡി ടേബിളാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവിടുത്തെ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇങ്ങനെ ഡൈനിങ് ടേബിളും കൂടെ കമ്പൈൻ ചെയ്തിട്ട് സ്റ്റീലിൻ്റെ പോലത്തെ മതി, തടിയാണെങ്കിൽ വെള്ളമൊക്കെ വീഴുമ്പോൾ ചീത്തയാവും, അപ്പോൾ ഡൈനിങ് ടേബിളും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള മതി എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളതിങ്ങനെ പല ഷോപ്പുകൾ അന്വേഷിച്ച് കുറേ കടകൾ ഞങ്ങൾ അവിടെ ഇവിടെ ഒക്കെ കയറി ഇറങ്ങി, പരിചയമുള്ളത് മുരളിയേട്ടന് കുറേ പരിചയമുള്ളവരെയൊക്കെ വിളിച്ച്
ആശാരിമാരെയും ഇവരെയൊക്കെ വിളിച്ച് ഞങ്ങൾ കുറേ കടകളൊക്കെ കയറി ഇറങ്ങി. സ്റ്റഡി ടേബിൾ പ്ലസ് ചെയറാണ്. കുറേ കടകൾ കയറി ഇറങ്ങി അവസാനം ഒരു കടയിൽ ഏൽപ്പിച്ചു. അവസാനം അങ്ങനെ ഡൈനിങ് ടേബിൾ പ്ലസ് സ്റ്റഡി ടേബിൾ കമ്പൈൻ ചെയ്തൊരു 5 എണ്ണം പണിയിപ്പിക്കാനായിട്ട് കൊടുത്തു. ഒരു സ്റ്റീലിൻ്റെ ആണ് കേട്ടോ, അവരുടെ ആവശ്യം അനുസരിച്ച്. പക്ഷെ അതാണ് ഡ്യൂറബിൾ എന്ന് അവർ പറഞ്ഞു. 15 പേർക്ക് ഇരിക്കാൻ 5 എണ്ണം, അല്ല ഒരെണ്ണത്തിന് 3 പേർക്ക് ഇരിക്കാനുള്ള ആവശ്യത്തിന് മരത്ത് പണിയിക്കാൻ കൊടുത്തിട്ട് ചെയർ മേടിക്കുകയാണ്. അതെ, അപ്പൊ അതിപ്പം ഓൾറെഡി അവിടെ എത്തിക്കാണും, അവരുടെ ഹോമിൽ എത്തിയിട്ടുണ്ടാവും. അപ്പം അത് അവിടെ എത്തിയപ്പം അത് പ്ലസ് അതവിടെ ചെല്ലുമ്പോ കാണാം. പിന്നെ ഞാൻ വിചാരിച്ചു അത് കുട്ടികൾക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവത്തില്ലല്ലോ ടേബിൾ കിട്ടുമ്പോ. അപ്പൊ എനിക്ക് എന്തെങ്കിലും കുട്ടികൾക്കും കൂടെ ഒരു സന്തോഷം കിട്ടത്തക്ക എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ അവർക്കൊരു കുഞ്ഞ് ഗിഫ്റ്റും കൂടെ, കാരണം സ്റ്റഡി ടേബിൾ കിട്ടുമ്പോൾ കുട്ടികൾക്ക് പ്രത്യേകിച്ച് എക്സൈറ്റ്മെന്റ് ഒന്നും വരത്തില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ടായിട്ട് ഞാനൊരു കുട്ടി ഗിഫ്റ്റ് പിള്ളേർക്കും കൂടെ മേടിച്ചു. ഇതൊരു കുഞ്ഞ് ബട്ടർഫ്ലൈ, എന്തോ ഞാനും നന്ദുമായിട്ട് ഭയങ്കര ബട്ടർഫ്ലൈ കണക്ഷൻ ഉണ്ട്. ഇങ്ങനത്തെ ലോക്കറ്റുള്ള പല ലോക്കറ്റ് പല ടൈപ്പാണ്, പല കളേഴ്സില്ല. ഇതൊരു മൾട്ടി കളർ ഞാൻ എടുത്തതന്നേ ഉള്ളൂ. ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ബട്ടർഫ്ലൈ ലോക്കറ്റ്സ് ഉള്ള മാലകൾ, പച്ച, നീല, പിങ്ക്, പല അങ്ങനെ 15 എണ്ണം മേടിച്ചിട്ടുണ്ട്. അപ്പം കുഞ്ഞുങ്ങൾക്കൊരു സന്തോഷമാവല്ലോ. പിന്നെ കേക്ക് ഉണ്ട്. കേക്ക് പോകുന്ന വഴിക്ക് മേടിക്കണം. ഒരു ബ്രൗണി വിച്ച് കേക്ക് പറഞ്ഞിട്ടുണ്ട്, ചോക്ലേറ്റ് കേക്ക്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ബർത്ത്ഡേ പ്ലാൻസ്. ഇത് ഞാൻ ഈ പൗച്ചിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒരു ചെറിയ പൗച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൊടുക്കാൻ പാടാം. അതുകൊണ്ട് ഇത് ഓരോന്നായിട്ട് ഈ പൗച്ചിലൊന്നും ഇടും. ഇങ്ങനെ കയ്യിൽ എങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കും, ഓരോ പൗച്ച് അല്ല ഈ പൗച്ചിൽ. അവിടെ ചെന്ന് ഈ ടേബിളിലൊക്കെ നന്ദുവിൻ്റെ പേരിങ്ങനെ എഴുതി കണ്ടപ്പോഴേ എനിക്ക് എന്താ എൻ്റെ മനസ്സിലുണ്ടായ വികാരം, വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു അത്. ഭയങ്കര ഒരു നിർവൃതി എന്നൊക്കെ പറയാം. അപ്പം നന്ദുവിന് വേണ്ടി ഇങ്ങനത്തെ ഇതൊരു അങ്ങനെ മഹാസംഭവം ഒന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ കാര്യം കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ട്. ഞാൻ പണ്ടെങ്കിലും ഫ്ലവേഴ്സിലൊക്കെ ആ ഒരു കൂടി പ്രോഗ്രാമിലൊക്കെ പോയപ്പം പറഞ്ഞായിരുന്നു എൻ്റെ മനസ്സിലുള്ള ഓരോ ചെറിയ ആഗ്രഹങ്ങൾ. അതൊക്കെ എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഓരോ ചെറിയ സ്റ്റെപ്പായിട്ട് ചെയ്യുകയാണ്. എനിക്ക് മുരളിയേട്ടനും പറ്റുന്നത് പോലെ ഞങ്ങളിങ്ങനെ ഓരോ ചെറിയ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്യുവാണ് ഓരോന്നായിട്ട്. അപ്പം നന്ദുവിന് വേണ്ടി നന്ദു സന്തോഷിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫ് പർപ്പസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി മുന്നോട്ടുള്ള ഒരു ജീവിതത്തിൽ.
ഞങ്ങൾ അമൃതശക്തിയിൽ പോയിട്ട് തിരിച്ചെത്തി. ഞാൻ രാവിലെ മുതൽ എനിക്കാകെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. നേരത്തെ വീഡിയോ എടുത്തപ്പോഴും ഇപ്പം ഇൻട്രൊഡക്ഷൻ എടുക്കുമ്പോഴും ഇപ്പോഴും ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആയെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നേരത്തെ എനിക്ക് എന്തോ ഇങ്ങനെ എൻ്റെ തലയ്ക്ക് ഇങ്ങനെ എന്തോ ഒരു അവസ്ഥ എന്ന് പറയത്തില്ലേ, അങ്ങനെ ഇരിക്കുമായിരുന്നു. എന്നാലും ഞാൻ ഇൻട്രൊഡക്ഷനൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോവുമായിരുന്നു. വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു, കാരണം എനിക്ക് എല്ലാ വർഷവും വീഡിയോ എടുക്കണം എൻ്റെ ബർത്ത്ഡേക്ക്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളോടെല്ലാം പറഞ്ഞു പോയി. പക്ഷെ ഇപ്പം ഞാൻ കംപ്ലീറ്റ്ലി അല്ല, കുറച്ച് നല്ല വ്യത്യാസം വന്നു. എനിക്ക് കുറേ നേരം അവരോട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം നല്ല ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. അവിടെ കുട്ടികൾ ഷീന പറഞ്ഞാൽ അവിടെ ഉള്ള ഷീനയും ഷാനിയാണ് അവരുടെ കോർഡിനേറ്റർ കെയർ ടേക്കർ. രണ്ട് ചേച്ചിമാരല്ല, അവിടെ 2 ലേഡീസ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഷീന പറയാം, ഞാൻ കുഴപ്പമില്ല, പാട്ടൊന്നും പാടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഇല്ല, അവർ പറയുന്നുണ്ടായിരുന്നു, കുട്ടികൾ പറയുന്നത് അവർക്ക് എക്സാമും തിരക്കും ഒക്കെ ആയിരുന്നു, നല്ല ബിസി ആയിരുന്നു പിള്ളേർ. എന്നാലും ഇല്ല, 22 ചേച്ചി വരുന്ന കാരണം ചേച്ചി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. എന്നെയാ ചേച്ചി എന്ന് പറയുന്നത്. ആ ചേച്ചി വരുന്നതാണ് 22 വ്ളോഗൊക്കെ എടുക്കുന്നതല്ലേ, പുതിയ പാട്ട് പഠിച്ചു വെക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീഡിയോ എടുക്കുന്ന കാരണം ആ ഇൻട്രസ്റ്റിൽ പാട്ടൊക്കെ പഠിച്ചു വെക്കുന്നത്. അപ്പം അത് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വീഡിയോയിൽ പാട്ട് പാടാനായിട്ട്. അപ്പം അതിനു വേണ്ടി അവർ പുതിയ പാട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചു. ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, പാട്ട് അങ്ങനെ അവരെ നിർബന്ധിച്ച് പാടിക്കുകയോ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഷീന ഇല്ലില്ല, അവർക്ക് പാടാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഇന്നലെയൊക്കെ ഷീനയോട് പറഞ്ഞില്ല പുതിയ പാട്ടൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞ് ശാലിനിയോടും പറഞ്ഞു. ശാലിനിയാണ് അവരെ പാട്ടൊക്കെ പഠിപ്പിക്കുന്ന ആളെ കൂട്ടത്തിൽ. അപ്പം അങ്ങനെയാണ് പാട്ട് പാടാനായിട്ട് അവർ 2-3 പാട്ടുകൾ തന്നെ പാടിക്കും. കുറേ നേരം ഇവിടെ സംസാരിച്ചോണ്ടിരുന്നു. പിന്നെ മാലയൊക്കെ അവർ ഇട്ട് കാണിച്ചു, മിക്കവരും ഇട്ടു. ഞാനിടയ്ക്ക് ഇപ്പുറത്ത് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ ഒരു മാനേജേഴ്സ് 2 പേരുണ്ട്, അവരുടെ അടുത്തൊക്കെ സംസാരിച്ചോണ്ടിരുന്ന കഴിഞ്ഞപ്പോഴത്തേക്ക് അകത്തുനിന്ന് ഭയങ്കര അട്ടഹാസവും ഓഹോ ആഹാ അതൊക്കെ പറഞ്ഞുകൊണ്ട് സ്ഥിരം പറയുന്ന കുറേ വാക്കുകളുണ്ട്. അതൊക്കെ ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ പിന്നെ അവരായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നാണ്. ഞാൻ ഇടയ്ക്ക് എഴുന്നേറ്റ് പോയൊന്നുമില്ല, പക്ഷെ ഹാപ്പി ആയിരുന്നു എന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. രാവിലെ തൊട്ട് എന്തോ മാതിരി ഇരിക്കുമായിരുന്നു. അങ്ങനെ ശരിയായില്ലേ? ശരിയായി. കേക്ക് നല്ലതായിരുന്നു. കേക്ക് കൊണ്ടുപോയി അങ്ങനെ പായസമൊക്കെ ഇന്ന് അതിൽ ഒരു മോളാണ് പായസമൊക്കെ ഉണ്ടാക്കിയത്. സാധാരണ ഞാൻ എപ്പോഴോ പറഞ്ഞിട്ട് അവിടെ ഒരു അമ്മൂമ്മ പുള്ളിക്കാരിയാണ് ഉണ്ടാക്കിയത്. ഇപ്രാവശ്യം കുട്ടികളൊക്കെയാണ് കുറേ ഹെൽപ്പ് ചെയ്തത്. ഫുഡൊക്കെ നല്ലതായിരുന്നു. ഞങ്ങളും ഫുഡൊക്കെ കഴിച്ച് ചോറ്, കാബേജ് തോരൻ, സാമ്പാർ, അവിയൽ, പിക്കിൾ, പപ്പടം, സേമിയ പായസം, അങ്ങനെ നല്ല ഫുഡായിരുന്നു. പിന്നെന്താ, അപ്പം ഇതിൻ്റെ അമൃതശക്തിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അവർക്ക് ഡൊണേറ്റ് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ നമ്മൾ എന്തെങ്കിലും ക്ലോത്ത്സ് ഒക്കെ ആണെങ്കിലും യൂസ്ഡ് ക്ലോത്ത്സ് ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ. പുതിയ ക്ലോത്ത്സ് മെറ്റീരിയലായിട്ട് അവർക്ക് കൂടുതലും മെറ്റീരിയലായിട്ട് അവർ പ്രിഫർ ചെയ്യുന്നത്. മെറ്റീരിയലിന്റെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരേപോലത്തെ മെറ്റീരിയൽ കിട്ടിയാൽ അവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മളിപ്പം സൈസ് മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരാൾക്ക് ഫിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ട് വരും. അപ്പം അവർ യൂസ്ഡ് ക്ലോത്ത്സ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാറില്ല പൊതുവെ. അപ്പം മെറ്റീരിയലാണ് അവർക്ക്. യൂസ്ഡ് ക്ലോത്ത്സ് ഒരു നല്ല ശരിയല്ലല്ലോ. അപ്പം അവിടുത്തെ കുട്ടികളുടെ തന്നെ അവർ വീണ്ടും റീയൂസ് ചെയ്യാറുണ്ട്. അപ്പം മെറ്റീരിയൽസ് ആയിട്ട് കൊടുത്താൽ അവരുടെ അളവിനനുസരിച്ച് അവർ സ്റ്റിച്ച്, എല്ലാവർക്കും ഒരേപോലെയാണ് അവർ എപ്പോഴും പ്രിഫർ ചെയ്യുക. പിന്നെ ഇപ്പം നിങ്ങൾ പല ഡ്രസ്സിൽ കാണുന്നവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന്, അതാണ് എല്ലാവരും പല വേഷം ഇട്ട് കാണുന്നവർ വീട്ടിൽ നിന്നുള്ള ഇത് ഡ്രസ്സാണ്. അത്രയൊക്കെ ഉള്ളൂ വിശേഷം. അപ്പം നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. നന്ദുവും ഒത്തിരി ഹാപ്പിയായി. നന്ദു ഹാപ്പിയായെന്ന് നമുക്ക് 2 പേർക്കും നല്ലൊരു ഒത്തിരി നല്ല കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചു. വേറെയും ഒത്തിരി നല്ല കാര്യങ്ങൾ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരുപാട്, അത് ഞാൻ പിന്നെ പറയാം. ആഗ്രഹിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് എനിക്ക് നല്ലതായിട്ട് വന്നു. ഞാൻ അതിന്റെ അത് പിന്നെ പറയാം കേട്ടോ. അല്ല, അത് ശരിക്കും അതിന് വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ട്രിവാൻഡ്രത്തൊക്കെ ട്രിവാൻഡ്രത്ത് പോയ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇടാം. ഞാൻ ആക്ച്വലി കഴിഞ്ഞ 2 ദിവസം ട്രിവാൻഡ്രത്തായിരുന്നു. ആ വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടാം, കാരണം എനിക്ക് ആദ്യം നന്ദുവിന്റെ ബർത്ത്ഡേ വീഡിയോ ഇടണം. അപ്പം ശരി, എല്ലാം പറഞ്ഞ പോലെ ഗുഡ് നൈറ്റ്, ബൈ. My name is Nandita. My papa's name is Murli. My mama's name is Nisha. I am 4 years old.
I like to read book. My favorite is food, chicken biryani. I like to play house and read book.